ഹായ് ഹലോ എല്ലാവർക്കും ഇറ്റാലിയൻ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ സാലഡ് കണ്ടു നോക്കാം. ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്ന സാലഡ് ഡ്രസ്സിങ് ഓറഞ്ച് ജ്യൂസിലാട്ടോ. അതുകൊണ്ട് തന്നെ ഈ സാലഡിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലനാണ്. അപ്പോൾ ഈ ടേസ്റ്റി ഹെൽത്തിയുമായിട്ടുള്ള സാലഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇനി ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള സാലഡ് ഡ്രസ്സിങ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഈ ഓറഞ്ചിന്റെ തൊലിയെല്ലാം നമുക്ക് ആദ്യം ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി ഈ തൊലി കളഞ്ഞെടുത്തിരിക്കുന്ന ഓറഞ്ചിനെ ചെറു കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഇനി മുറിച്ചെടുക്കുമ്പോൾ ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചാൽ മതി, നൈസാക്കൊന്നും വേണ്ട. നമുക്കിത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കേണ്ടതാണ്. ഇനി മുറിച്ചെടുത്തിരിക്കുന്ന ഓറഞ്ചിനെ അല്ല ഞാനൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇടുക കേട്ടോ. കാരണം വെച്ചാൽ അടിച്ചെടുക്കാൻ എളുപ്പം ഈ ചെറിയ ജാറിലാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 1 സ്പൂൺ ഒലീവ് ഓയിലാണ്. ശേഷം ഇതിലേക്ക് 1 സ്പൂൺ വൈറ്റ് വിനെഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു മധുരം കൂടെ ലഭിക്കാനായിട്ട് ഞാൻ ചേർക്കുന്നത് 1 സ്പൂൺ ഹണിയാട്ടോ. അത് നല്ല തിക്കായിട്ടുള്ള ഹണിയാണ്. അത് ഞാൻ 1 സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പൊടി ഉപ്പും കൂടിയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതി. ശേഷം ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ അടിച്ചെടുത്ത് വരാം. ഇനി ഇതുപോലത്തെ ഒരു ചെറിയ ജാറിലേക്കാട്ടോ ഞാനിത് ഒഴിച്ചു വയ്ക്കുന്നത്. നമുക്കൊന്ന് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കാനാണെങ്കിലും ഏറ്റവും സൗകര്യം ഈ ചെറിയ ജാറിനകത്താണല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു വെച്ച് കുറച്ച് നേരം ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. ഈ ഒരു സാലഡ് ഡ്രസ്സിങ് ഇതുപോലെ തന്നെ നമുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാനും സാധിക്കും. അപ്പോൾ ഇതിനെ എടുത്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇലകൾ ഐസ്ബർഗ് ഉണ്ട്, കൂടെ കുറച്ച് റെദിക്കോയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഈ ഇലകൾ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ലെക്ടോസോ ഐസ്ബർഗോ അങ്ങനെയുള്ള ഏത് ഇലയിൽ വെച്ച് വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. ഈ എടുത്തിരിക്കുന്ന ഇലകൾ ഇതുപോലെ നീളത്തിലൊന്ന് കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. കൂടെ നന്നായിട്ട് പഴുത്തിരിക്കുന്ന ഒരു ഓറഞ്ചിനെ ഇതുപോലെ തന്നെ നീളത്തിലാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിനൊപ്പം നന്നായിട്ട് പഴുത്തിരിക്കുന്ന സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. അത് ഏകദേശം എടുത്തിരിക്കുന്നത് ഒരു 7-8 എണ്ണമാണ്. ഇതെല്ലാം ഞാൻ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം വാൾനട്ടാണ് എടുക്കുന്നത്. അത് ഞാൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഷെല്ലെല്ലാം ഒന്ന് മാറ്റി പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 5-6 എണ്ണം എടുക്കാം. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരല്പം എണ്ണം കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ആപ്പിളാട്ടോ. ഞാനൊരു ഗ്രീൻ ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കളറ് പെട്ടെന്ന് ഫേഡാവുന്ന വിചാരിച്ചിട്ടാണ് ലാസ്റ്റിലേക്ക് ഇതിനെ വെച്ചത്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇലകളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്ത് കാണിക്കുന്നത് ഒരാൾക്ക് കഴിക്കാൻ പരുവത്തിലുള്ള എന്ന രീതിയിലാണ് കേട്ടോ. ഒരുപാട് മിക്സാക്കി കാണിക്കുന്നില്ല. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓറഞ്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്നതിന് അളവുകൾ പറയുവാണെങ്കിൽ ഒരു 1/2 കപ്പ് ഇലയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് എന്നുള്ള രീതിയിലാണ് ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു മെഷർമെൻറ്റിലാട്ടോ നമ്മൾ ഇതിനകത്തേക്ക് എല്ലാം ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ആപ്പിളും സ്ട്രോബെറിയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ അളവ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കൂട്ടി വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ എടുക്കാം. ഏറ്റവും ഒടുവിലായിട്ട് വാൾനട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഒരു സാലഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാലഡാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു മധുരവും ഒരു ചെറു ഉപ്പും പുളിയൊക്കെ ആയിട്ടുള്ള കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇനി നമ്മൾ ഇതിലേക്കായിട്ട് മാറ്റി വെച്ചിരുന്ന സാലഡ് ഡ്രസ്സിങ്ങും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് 3 സ്പൂണാണ്. അപ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ തിക്നെസ് വേണ്ടവർക്ക് ഒരു 3 മുതൽ 4 സ്പൂൺ വരെ ആക്കാം. നല്ല അടിപൊളിയായിട്ട് ഞാനത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സും കൂടി ആക്കി എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അടിപൊളി രുചിയാണേ. അതൊന്ന് മിക്സാക്കി എടുത്ത് വരാം. ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിക്കോളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞു മക്കൾക്കടക്കം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാട്ടോ. അപ്പോൾ ഇനി കുട്ടികളെയൊക്കെ പച്ചക്കറിയോ ഫ്രൂട്ട്സൊക്കെ കഴിപ്പിക്കാൻ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നുണ്ട്. അവരെയും കൂടെ കൂടെ ഇരുത്തി അവരെ കൊണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അവരിനിയും ചോദിച്ച് മേടിക്കുന്ന ഒരു അടിപൊളി സാലഡാണ് ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ബോൺ അപ്പത്തീത്തോ.